രാധ ടീച്ചറുടെ നെരിപ്പോട് എന്ന കഥയിലെ 3-ാം ഭാഗം. ആദ്യത്തെ പ്രസവം ആശുപത്രിയിലായിരുന്നു. രണ്ടാമത്തെ പ്രസവം വീട്ടിൽ മതിയെന്നായിരുന്നു അമ്മയുടെ നിർബന്ധം. നമ്മുടെ ഹെൽത്ത് സെൻ്ററിലെ മിഡ്വൈഫ് നമ്മുടെ ഷാരിയാണ്. ഷാരിയെ കൊണ്ടുവന്നാൽ മതിയെന്നാണ് അമ്മ നിർദ്ദേശിച്ചത്. അമ്മയുടെ നിർദ്ദേശപ്രകാരം അച്ഛൻ ഷാരി ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. വേദനയുടെ ആധിക്യം മൂലം ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, നമ്മുടെ ഹെൽത്ത് സെൻ്ററിലെ മിഡ്വൈഫ് ആരാണെന്നാണ് അമ്മ പറഞ്ഞത്? അപ്പോൾ നീ അറിഞ്ഞില്ലേ മോളെ, ഹെൽത്ത് സെൻ്ററിലെ മിഡ്വൈഫ് നമ്മുടെ ഷാരിയാണ്. അവൾക്ക് ആദ്യമായി ജോലിക്കുള്ള നിയമനം ലഭിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. വളരെ മിടുക്കിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ അതിശയപ്പെട്ടുപോയി. അപ്പോൾ ഷാരി ചേച്ചി എപ്പോഴാണ് മിഡ്വൈഫിൻ്റെ കോഴ്സ് പഠിച്ചത്? എൻ്റെ ജോലി തിരക്കിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ. ഷാരി ചേച്ചിയെക്കുറിച്ച് ചിന്തിച്ച് കിടക്കുമ്പോൾ ഗീതുമോളെ എന്നൊരു വിളി കേട്ടു. ആ, ഷാരി ചേച്ചിയോ? എത്ര നാളായി കണ്ടിട്ട്. വളരെ സന്തോഷം കേട്ടോ. ഷാരി ചേച്ചി എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. മോളെ, നിന്നെ ഈ നിലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. എൻ്റെ സന്തോഷം എത്രയാണെന്ന് നിനക്കറിയില്ല. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ചേച്ചി എനിക്കിപ്പോൾ ലഭിച്ചത്. അതിരിക്കട്ടെ, ചേച്ചി എപ്പോഴാണ് മിഡ്വൈഫിൻ്റെ കോഴ്സിന് പോയത്? അതേതായാലും നന്നായി. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് നേടിയല്ലോ. മാത്രമല്ല, മനസ്സിൻ്റെ വിഷമങ്ങളിൽ നിന്നും ഒരു മോചനവുമായല്ലോ. മോളെ, ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? ഞാനൊന്ന് പരിശോധിക്കട്ടെ? പരിശോധനയ്ക്ക് ശേഷം ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാതൊരു പ്രയാസവുമില്ല. ലക്ഷണങ്ങളെല്ലാം നന്നായിട്ടാണ് കാണുന്നത്. 6 മണിയോടെ ഗീതുമോൾ പ്രസവിക്കും. അച്ഛനും അമ്മയും സമാധാനമായിരുന്നോളൂ. ചേച്ചി സ്നേഹത്തോടെ എൻ്റെ ശരീരമാകെ തഴുകി ആശ്വസിപ്പിച്ചു. ചൂടുള്ള പാൽ ഇടയ്ക്കിടെ കുടിപ്പിച്ചു. നീ ധൈര്യമായിരിക്കെ, ചേച്ചിയല്ലേ അരികത്ത്. ചേച്ചിയുടെ ആശ്വാസവചനങ്ങൾ എൻ്റെ വേദനയെ കുറച്ചെന്ന് തോന്നി. ചേച്ചിയുടെ പ്രവചനം പോലെ 6 മണിയോടെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിനെ കുളിപ്പിച്ച് എൻ്റെ അടുത്ത് കിടത്തിയിട്ട് ചേച്ചി പറഞ്ഞു, നോക്കടി മോളെ, വെളുത്തു തുടുത്ത് സുന്ദരനായൊരു ആൺകുഞ്ഞ്. നിനക്ക് സന്തോഷമായില്ലേ? സന്തോഷത്തോടെ ഞാനൊന്ന് പുഞ്ചിരിച്ചു. പ്രസവ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഷാരി ചേച്ചി തിരിച്ചു പോകാൻ തയ്യാറായി. ഷാരി ചേച്ചി ഞാൻ പോകുന്നതിന് മുമ്പ് ഇനിയും വരണം കേട്ടോ. വരാമെന്ന് സമ്മതിച്ച് ചേച്ചി യാത്ര പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞ് എനിക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ട സമയമായി. പോകുന്നതിന് മുമ്പ് ഷാരി ചേച്ചി ഒന്ന് കാണണം. അവർക്കൊരു സമ്മാനം കൊടുക്കണം. എൻ്റെ ആഗ്രഹം അനുസരിച്ച് അച്ഛൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അവരെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചു. സന്തോഷത്തോടെ യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു സമ്മാനം കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, പണ്ട് ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ചേച്ചിയുടെ ജീവിത ദുരന്തത്തെക്കുറിച്ച് കഥ എഴുതണമെന്ന്, ചേച്ചിക്കുണ്ടായ ജീവിത തകർച്ചയെക്കുറിച്ച് പറയാമെന്ന്. അതിപ്പോൾ പറയാമോ? എനിക്കിപ്പോഴെല്ലാം മനസ്സിലാകുമല്ലോ. ശരി മോളെ, ഞാൻ പറയാം. ഞാനിപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ ദുരന്തകഥ പറയാം. നീ എല്ലാം കേട്ട് സൗകര്യമാകുമ്പോൾ ആ കഥ എഴുതി പ്രസിദ്ധീകരിക്കണേ. ശരി ചേച്ചി, ഞാൻ എഴുതാം. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ചേച്ചി പറയാൻ തുടങ്ങി. ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. ഞാനും കൃഷ്ണകുമാറും കളിക്കൂട്ടുകാരായിരുന്നല്ലോ. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചത്. അയൽക്കാർ മാത്രമല്ല, ഒരേ ക്ലാസ്സിലും കൂടിയായിരുന്നു ഞങ്ങൾ. പോക്കുവരവെല്ലാം ഒരുമിച്ചായിരുന്നു. 7-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഏട്ടൻ പട്ടണത്തിലുള്ള ഹൈസ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. ഞാനാണെങ്കിൽ നമ്മുടെ പള്ളി സ്കൂളിലുമാണ് പഠിച്ചത്. അവൻ ഉന്നത മാർക്കോടെ 10-ാം ക്ലാസ് പാസ്സായപ്പോൾ അവൻ്റെ മൂത്ത ഏട്ടൻ മദ്രാസിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള കോളേജിൽ ചേർത്തു. ഞാൻ 10-ാം ക്ലാസ് പാസ്സായി എന്ന് മാത്രം. തുടർന്ന് പഠിപ്പിക്കാൻ അമ്മയ്ക്ക് നിവൃത്തിയില്ലായിരുന്നു. അച്ഛൻ നേരത്തെ മരിച്ചിരുന്നതുകൊണ്ട് കഷ്ടപ്പെട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. പറമ്പിൽ നിന്നുള്ള ആദായം മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതമാർഗം. താഴെയുള്ള അനിയന്മാരെയും അമ്മയ്ക്ക് പഠിപ്പിക്കണ്ടേ? എല്ലാം കണ്ടു മനസ്സിലാക്കിയ ഞാൻ താനേ തീരുമാനമെടുക്കുകയായിരുന്നു. അമ്മയുടെ നിർബന്ധപ്രകാരം കുറച്ചു കാലം തയ്യൽ പഠിക്കാൻ പോയി. കൃഷ്ണകുമാർ എല്ലാ അവധിക്കും നാട്ടിൽ വന്നിരുന്നു. വന്നാൽ ഉടനെ എൻ്റെ അടുത്ത് വരും. കോളേജ് വിശേഷങ്ങളും മദ്രാസിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കും. സംസാരത്തിനിടയിൽ ഒരിക്കൽ അവൻ ചോദിച്ചു, നീ എന്തേ ശാരി പിന്നെ പഠിക്കാൻ പോകാത്തത്? എൻ്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ചോദിക്കരുത്. ഫീസിനും പുസ്തകങ്ങൾക്കും മറ്റും അമ്മ എങ്ങനെ കാശുണ്ടാക്കും? മാത്രമല്ല, പട്ടണത്തിൽ പോയി പഠിക്കണ്ടേ? എല്ലാം താങ്ങാൻ അമ്മയ്ക്ക് കഴിയുമോ? പിന്നെ കൃഷ്ണകുമാർ ഒന്നും മിണ്ടിയില്ല. പഠിപ്പ് കഴിഞ്ഞ ഉടനെ കൃഷ്ണകുമാറിന് മദ്രാസിൽ തന്നെ ജോലി കിട്ടി. അവൻ്റെ ഏട്ടന് മദ്രാസിൽ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അവന് ജോലി കിട്ടാൻ പ്രയാസമുണ്ടായിരുന്നില്ല. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ നാട്ടിൽ വന്നു. എൻ്റെ അടുത്ത് വന്നിരുന്നു യാത്ര പറയാൻ. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. ജോലിയിൽ പ്രവേശിച്ച് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ നാട്ടിൽ വന്നത്. വന്നതിന് ശേഷം താമസിയാതെ തന്നെ എൻ്റെ അടുക്കൽ വരികയും ജോലിയുടെയും ശമ്പളത്തിൻ്റെയും മറ്റു വിശേഷങ്ങൾ പറയുകയും ചെയ്തു. വന്നപ്പോൾ എനിക്കൊരു റിസ്റ്റ് വാച്ച് സമ്മാനമായി തരികയും ചെയ്തു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തുവായിരുന്നു അത്. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. അവനെ ആസകലമൊന്ന് വീക്ഷിക്കുകയും ചെയ്തു. അവൻ ഒത്ത ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
മുൻപത്തേക്കാൾ കൂടുതൽ നിറവും സൗന്ദര്യവും വെച്ചിരിക്കുന്നു. അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നി. എൻ്റെ മനസ്സിലും അവനോട് പ്രത്യേകമായൊരു മമത തോന്നി തുടങ്ങിയിരുന്നു. കഥയുടെ തുടർച്ചകൾ നഷ്ടപ്പെടാതെ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.